ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കയുടെ കൂടെയും അതുപോലെ ചീനിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന, അതായത് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, എന്നാലും നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ ദേ നമുക്ക് ഈ ഒരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്റ്റൈലിലുള്ള ഒരു മത്തിക്കറിയാണ് വെക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം വെക്കുന്നത്, എന്നാലും ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. അതിന് മുന്നേ ആദ്യം കാണിക്കാം. നമുക്കിത് ഇവിടെ സൗത്ത് ആഫ്രിക്കയിലത്തെ ഈ രീതിയിലാണ് കേട്ടോ മത്തി കിട്ടുന്നത്. ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത്യാവശ്യം വലിയ മത്തിയാണ്, ചില സമയത്ത് ചെറുതും കിട്ടാറുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. ഇതും ഫ്രോസൺ ആണ് കേട്ടോ. അതായത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഫ്രീസറിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതും ഫ്രോസൺ ആണ്. അപ്പോൾ ഇത് മാങ്ങയാണ്, പച്ചമാങ്ങ. നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഫ്രീസറിൽ ഇട്ട് വയ്ക്കും, അപ്പോൾ ചീത്തയാവില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്ക് ഫിഷ് ഒന്ന് കട്ട് ചെയ്യണം. മാങ്ങയും ഫ്രോസൺ അത് മാറ്റി നന്നായിട്ട് മെൽറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ഒരു 2 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഓക്കെ ആക്കിയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം എത്ര തേങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ തിരുമിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ചീത്തയാവാതിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ചതിന് ശേഷം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിൻ്റെ നമ്മുടെ തേങ്ങ ഉണ്ടോ, ആവി വറക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് വെച്ചില്ല, ഒരു 1.5 മിനിറ്റ് വെച്ച സമയത്ത് ഇത് ഫുള്ള് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ മത്തിയും മാങ്ങയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. മത്തി ഈ പടത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഫ്രോസൺ അല്ല, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊലിയൊക്കെ പോകാനും ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോഴത്തേ ഞാൻ മീനും മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ ഞാനൊരു ഭാഗം സവാള എടുത്തിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ കൊല്ലം സൈഡിൽ ഞങ്ങൾ കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത്, കൊച്ചുള്ളി. അപ്പോൾ ഒരു 7-8 കൊച്ചുള്ളി, ഇടത്തരമുള്ള കൊച്ചുള്ളി വേണം എടുക്കാനായിട്ട്. എനിക്കിവിടെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിന് പകരം ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ഭാഗം തേങ്ങയുടെ, അതായത് ഒരു അരയുടെ പകുതിയും പിന്നെ ഒരു ലേശവും കൂടെ അടുത്ത ഒരു ചിരട്ടയ്ക്കകത്ത് നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങ. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങ എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതായി സവാളയും കൂടെ ഞാൻ ആ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ മസാല എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്നും കൂടെ പറയട്ടെ. ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ 2 മാങ്ങയാണ് കേട്ടോ. അത്യാവശ്യം പുളിയുണ്ട്, ഒരുപാട് പുളിയില്ല. 2 മാങ്ങ അതിൻ്റെ അണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മത്തി ഒരു 10 മീഡിയം സൈസിലുള്ള മത്തിയാണ്. തീരെ ചെറുതല്ല, ഒത്തിരി വലുതുമല്ല, മീഡിയം സൈസിലുള്ള 10 മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനൊരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. ഇനി 2 സ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പിന്നെ കുറച്ച് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അതേ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മീൻ കറി ഉണ്ടാക്കാം. അതേ നമുക്കിനി കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണയാണ്, നമുക്കിവിടെ പാരഷൂട്ട് ഓയിൽ കിട്ടുന്നതാണ്, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല മണവും വരുന്നുണ്ട്, നമ്മുടെ കറിക്കും നല്ലൊരു മണമായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കുന്ന കറിക്ക് ഒരു പ്രത്യേകം ടേസ്റ്റ് അല്ലേ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ കറിക്ക് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ചേർക്കും. ഞങ്ങൾ ഈ ഒരു കറിക്ക് സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാറില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാർ ഞാൻ കഴുകി ഒരു ലേശം വെള്ളം കൂടുതലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് എരിക്ക് വേണ്ടിയിട്ടൊരു 5 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇന്ദുപ്പാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്കിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പുളി ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കഷ്ണം നമ്മുടെ വടക്കംപുളി ഉണ്ടല്ലോ, അതായത് ഈ സാധനം കറക്റ്റ് കാണിച്ചു. അപ്പോൾ ഇതൊന്ന് നമുക്കിങ്ങനെ 2 കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തത്തിലത് 2 കഷ്ണം, അതായത് 5 പീസാക്കിയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ആ പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. എന്തായാലും തിളച്ച് വരുന്നുണ്ട്. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില ക്ഷാമം കൊണ്ടാണ് കേട്ടോ ഒരെണ്ണം ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ 3-4 കതിപ്പൊക്കെ ഇട്ട് നല്ല മണമായിരിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കറിയിലേക്ക് അതൊന്ന് ഇങ്ങനെ മുക്കി കൊടുക്കാം. നമ്മൾ മീനൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ച് ഇനി ഒരു 10-15 മിനിറ്റ് അവിടെ കിടന്ന് വേവട്ടെ. ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ചട്ടി ഇല്ലാത്ത എനിക്ക് വലിയൊരു നഷ്ടമായിപ്പോയി. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അതിലേക്ക് ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എണ്ണയും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. കുറച്ചും കൂടെ ആ ഒരു കറിയൊക്കെ ഒന്ന് വറ്റി വരണം. ഞാൻ എന്തായാലും ഉപ്പൊന്ന് നോക്കട്ടെ. അടിപൊളി, എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങയുടെ പുളിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം കുറച്ച് നേരം ഉടങ്ങുന്നു വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. വാവ്, അടിപൊളി ഇല്ലേ? നല്ല നെയ്യും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് തവിയൊന്നും ഇടണ്ട. നമുക്കിത് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ അത് വറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറി. മത്തി തേങ്ങ അരച്ചതും അതുപോലെ മാങ്ങയും കൂടെ ഇട്ട് വെച്ചിട്ട് നല്ല അടിപൊളി കറി അല്ലേ. അപ്പം ഇതാണ് ഞങ്ങളുടെ സൈഡിൽ വെക്കുന്ന രീതിയിലുള്ളൊരു കറി. ഇതുപോലെയാണ്. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്നുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ അത്യാവശ്യം ഇപ്പം അത് വറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്ന് വീണ്ടും ചിലപ്പോൾ കുറുകിപ്പോവും. ഒരുപാട് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മത്തിയും കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ നല്ല വെന്തിട്ട് കണ്ടോ ഇങ്ങനെ അത് കിടപ്പുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങായും മാങ്ങാണ്ടിയും ഒക്കെ അതിലുണ്ട്. അതേ കണ്ടോ, മത്തിയും അതിങ്ങനെ തലയും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.